പത്മരാജൻ എന്ന സംവിധായകനോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ സംവിധായകനായും സഹയാത്രികനായും പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് മനോഹരമായ പുസ്തകം രചിച്ചുമെല്ലാം മലയാളികൾക്ക് പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഉണ്ണിത്താൻ സാർ അദ്ദേഹത്തെ ഓർക്കുന്നു. പത്മരാജൻ സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ ഭയങ്കര വ്യത്യസ്തതയുള്ള ആളാണ്. വൈവിധ്യമാർന്ന വിഷയങ്ങളാണ് പത്മരാജൻ സാറിൻ്റെ സ്ക്രിപ്റ്റിൽ വരാറുള്ളത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് അരപ്പട്ട രാവത്തിലും കുഴവടിയും മുന്തിരിത്തുമ്പുകളും സുവാനത്തുമ്പുകളും അങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം തന്നെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾസാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ പത്മരാജൻ മലയാളത്തിലെ മറ്റ് മികച്ച സംവിധായകർക്കൊപ്പം തന്നെ കിടപിടിക്കുന്ന ആളാണ്. ഭരതനും പത്മരാജനും തമ്മിൽ തുടങ്ങി വെച്ച ടീം വർക്ക് മലയാളത്തിൽ ഒരു പുതിയ ധാര തന്നെ ഉണ്ടാക്കിയെടുത്തു. പത്മരാജൻ സാറിൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അരപ്പട്ട രാവത്തിലും മുന്തിരിത്തുമ്പുകളും തൂവാനത്തുമ്പികളൊക്കെയാണ്. ഒരു അനുഭവം എന്നുള്ള നില എടുത്തു പറഞ്ഞാൽ പത്മരാജൻ സാറിൻ്റെ കൂടെ സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവം എടുത്തു പറയാവുന്നതാണ്. കാരണം പല തിരക്കഥകൾക്ക് പറയുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ചിലപ്പം ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടാകത്തില്ല. അങ്ങനെ എങ്ങനെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് തിരക്കഥാകൃത്തിന് എങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. സംവിധായകൻ നിലയ്ക്ക് വരുമ്പോൾ തിരക്കഥാകൃത്ത് മാറി നിൽക്കുന്ന അവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സുരേഷ് ഉണ്ണിത്താൻ സാറ് പത്മരാജൻ സാറിനെ കുറിച്ച് ഒരു ഉഗ്രം പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ. പത്മരാജനും ഓർമ്മകളും ഞാനെന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതില് ശരീരത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അശോകൻ ചേട്ടനാണെങ്കിലും ശരിയാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെയൊക്കെ ഒരു പുതിയ സിനിമ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പൊക്കെ വീട്ടിൽ ചർച്ച ചെയ്യോ പറയോ ഫോട്ടോ അണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇവരൊക്കെ ഈ പറയുന്ന വലിയ സിനിമയിലാകുന്നതിന് മുമ്പ് ഒരു ചെറിയ തീരുമാനം എടുക്കുന്നതിനകത്ത് അമ്മയ്ക്കും കൂടെ ഒരു സജഷനോ കാര്യങ്ങളോ ചോദിക്കലുണ്ടോ? അത് തിരക്കഥ എഴുതുമ്പോ തുടങ്ങും. ഞങ്ങൾ സാധാരണ ലൈഫില് ഒരിക്കലും വഴക്കിടാത്തവരാ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്ന സ്വഭാവമേ ഞങ്ങളോടില്ല. വർക്കിന്റെ പോയാൽ നേരെ തിരിയും. അദ്ദേഹം പക്ഷെ ഞാനൊന്ന് പറയാം, എന്നോട് ഒരേ ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഒരേ ഒരു പ്രാവശ്യം. ആൻഡ് ഫോർ എ ബിഗിനർ ഐ ഷുഡ് ടെൽ ദിസ്, ഇതുമാതിരി ഒരു ലെജൻഡറി ഡയറക്ടർ, ഇതുമാതിരി ഒരു കാമൻ കൂൾ ഡയറക്ടർ കിട്ടുന്നത് ഭാഗ്യമാണ്. അത് ഐ എം റിയലി ബ്ലെസ്ഡ്. സോ ഹി വിൽ ബി വെരി കാം ആൻഡ് ക്വയറ്റ്. സെറ്റിൽ ഒരു സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് വെരി കൂൾലി ഒരു 2-3 ടേക്ക് പോയാലും ഹി ഈസ് വെരി കാം. ഒരു ടെൻഷൻ ഇല്ല. ടെൻഷനൊക്കെ നമുക്കാണ്. അയ്യോ ഫിലിം ആണല്ലോ, അപ്പൊ ഫിലിം അല്ലേ. ഈ തമിഴിലൊക്കെ ലെൻസ് വെച്ചായിരുന്നു ആ സമയത്ത്. അതിനു വേണ്ടിയാണ് എനിക്ക് കിട്ടി. നല്ല ദേഷ്യപ്പെട്ടു. അന്ന് എല്ലാരും ഉണ്ടായിരുന്നു. ആ സ്കൂളിലാണ്, അത് സ്കൂളിന്റെ പേര് മറന്നുപോയി. ആ സ്കൂളിലാണ് പിന്നെ എൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ദേ കെയിം ടു നോ ദാറ്റ് ഐ എം വെയറിംഗ് ലെൻസ് ബിക്കോസ് ഓഫ് വേണു. എന്റെ ക്യാമറമാൻ ഉണ്ടല്ലോ, അവരാണ് കണ്ടുപിടിച്ചത്. ഒരു ക്ലോസപ്പ് സൂം വരുമ്പോ എന്നോട് ചോദിച്ചു, ഷാരി എന്താണ് ലെൻസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഹീ തോട്ട് ഐ എം യൂസിങ് ഇത് പിന്നെ സൈറ്റ് ലെൻസ് ഒക്കെ യൂസ് ചെയ്യല്ലോ, അതുമാതിരി വിചാരിച്ചിട്ട് എന്നോട് ചോദിച്ചു. അപ്പോ ക്ലോസപ്പില് കണ്ടപ്പോ കണ്ടുപിടിച്ചു, എന്ത് ഷാരി എന്താ ലെൻസ് ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ആമാ സർ, ഞാൻ ബ്ലാക്ക് ലെൻസ് വെக்கிறேன். അപ്പോ സാരി ഇരുന്ന സാരി എണീറ്റു. ശരിയല്ല ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ ചൂടായി. എല്ലാരും ഉണ്ട് അവിടെ. കൊറേ പിന്നെ സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ആ സ്കൂളിന്റെ എല്ലാവരുടെ മുമ്പ് എന്നെ നാണം കെട്ടുപോയി. അല്ല, ഞാൻ ആ ബുക്കിൽ വായിച്ചത് നിങ്ങൾക്ക് നല്ല പൂച്ചക്കണ്ണുണ്ടല്ലോ, ആരെങ്കിലും ഇത് ലെൻസ് വെച്ച് കറുത്ത ലെൻസ് സാധാരണക്കാരാക്കിട്ടാണ് അത് ചോദിച്ചിട്ടാണ്. അത് പറഞ്ഞു ഈ ക്യാരക്ടർ ചെയ്യാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. അത് അല്ലാണ്ട് ഞാൻ ചെന്നൈ വന്നിട്ട് നിന്നെ എന്തിനാ സെലക്ട് ചെയ്തു? ബിക്കോസ് ഓഫ് യുവർ ഐസ് ഓൺലി. ഇവിടെ വേറെ ഒരു പൊണ്ണും കിടക്കാതാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇത് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നത് തിരക്കഥ എഴുതുമ്പോ അത് എഴുതി കഴിഞ്ഞാൽ ആദ്യം വായിക്കണത് ഞാനാണ്. അവിടെ ഞങ്ങള് ഭയങ്കര വഴക്കാ, അങ്ങോട്ടും ഇങ്ങോട്ടും. പലതും ശരിയായില്ല എന്ന് എനിക്ക് തോന്നും. അപ്പം ശരിയായില്ല എന്ന് അദ്ദേഹത്തിനും കൂടി തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തും. അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല, അവിടെ മിണ്ടായിരുന്നാ മതി. അങ്ങനത്തുള്ള വഴക്കുകളല്ലാതെ വേറെ ഒരു കാര്യത്തിനും അദ്ദേഹം. ഞാൻ തിരക്കഥയ്ക്ക് മാത്രമല്ല ഞാൻ ചെയ്തപ്പം ജയറാമേട്ടനുണ്ട്, അശോകൻ ചേട്ടൻ, ശാരി ചേച്ചി, ഇവരൊക്കെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡിസിഷന് അതുണ്ട്. അവിടെയും കൂടെ ആദ്യമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നാണ് ഈ ഫോട്ടോസ് എല്ലാം കാണുന്നത്.
ആ രണ്ടുപേരും കൂടി ഇരുന്നാണ്. അശോകൻ ചേട്ടനൊക്കെ അയച്ചു കൊടുത്ത ഫോട്ടോ ഇവിടെ എന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും അശോകന്റെ പിന്നെ ഫോട്ടോ ഉണ്ട്. ഓർമ്മയുണ്ട്. ഉണ്ട്. എല്ലാവരെയും ഫോട്ടോ ഓർമ്മയുണ്ട്. ജയറാം പിന്നെ നേരിട്ട് വന്ന് കാണുമായിരുന്നു, ഫോട്ടോ അയക്കുകയല്ലായിരുന്നു. ഞങ്ങൾ നേരിട്ട് കണ്ടാണ് ആ. എടുക്കുന്നത്.